ഹായ് ഫ്രണ്ട്സ്, റോസ് ചെടികൾ കരുത്തോടെ വളരണമെങ്കിൽ അത് നടുന്ന മണ്ണ് കറക്റ്റായിരിക്കണം. നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. അത് മാത്രമല്ല, വേരിന് നല്ല ഓക്സിജൻ കിട്ടണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ വേര് നന്നായിട്ട് വളരുള്ളൂ. വേര് വളർന്നാൽ മാത്രമാണ് ഒരു പ്ലാന്റിന് നല്ല ഗ്രോത്ത് വരുള്ളൂ. ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വീണ്ടും ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞതാണ്, ഒരുപാട് പ്ലാന്റ്സ് വാങ്ങി നട്ടു, ഒന്നും പോലും പിടിച്ച് കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരുപാട് പ്ലാന്റ്സ് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം പോലും പിടിച്ച് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും എന്നാണ് അവരെന്നോട് ചോദിച്ചത്. അവർ എടുക്കുന്ന പോട്ടി മിക്സ് ഏതാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്, അവരുടെ ഏരിയയിൽ കട്ട പിടിക്കുന്ന മണ്ണ്, അതായത് നഴ്സറിയിൽ നിന്ന് നമ്മൾ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ എങ്ങനെയുള്ള മണ്ണിലാണോ കിട്ടുന്നത് അതുപോലത്തെ മണ്ണാണ് അവരുടെ ഏരിയയിലുള്ളത്. അപ്പോൾ ആ മണ്ണിനകത്ത് കൊക്കോ പീറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് അവർ ചെടികൾ നടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുതന്നെയാണ് ചെടികൾ നശിച്ചു പോകാനുള്ള കാരണം. അപ്പോൾ കട്ട പിടിക്കുന്ന മണ്ണ് പല ഏരിയയിലും പല തരത്തിലുള്ള മണ്ണാണല്ലോ. അപ്പോൾ കട്ട പിടിക്കുന്ന ഇതുപോലത്തെ, ഇത് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതിലുള്ള മണ്ണ് വെള്ളം കൂടിയാൽ, അതായത് മഴയത്തൊക്കെ ഇങ്ങനെയുള്ള ചെടികൾ വെച്ചാൽ ആ മണ്ണ് ചളി പോലെയാകും. അതുമാത്രമല്ല, ഡ്രെയിനേജും ബ്ലോക്കാകും. വെള്ളം കുറഞ്ഞാലോ കല്ല് പോലെ ഹാർഡാകും. അതാണ് ഈ മണ്ണിൻ്റെ പ്രത്യേകത. അപ്പോൾ വെള്ളം കുറഞ്ഞാലും വെള്ളം കൂടിയാലും ഇതുപോലത്തെ മണ്ണിൽ നടുന്ന പ്ലാന്റിൻ്റെ റൂട്ടിന് എയറേഷൻ ഉണ്ടാവില്ല, റൂട്ട് വളരില്ല. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പ്ലാന്റ് ഇതുപോലെ ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മാത്രമേ ജീവനോടെ ഇരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ണിലാണ് നിങ്ങളുടെ ചെടികൾ ഇരിക്കുന്നതെങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആ മണ്ണിനെ ലൂസാക്കി എടുക്കണം. മണ്ണ് ലൂസാക്കി എടുക്കാനുള്ള ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കൂടുതൽ മണൽ ചേർക്കുക. പിന്നെ ഇതുപോലുള്ള കട്ട പിടിക്കുന്ന മണ്ണിൽ കൊക്കോപിറ്റ് ചേർത്തിട്ട് ചെടികൾ നടാൻ പാടില്ല. അപ്പോൾ കൂടുതൽ ഈർപ്പം കെട്ടി നിന്നിട്ട് പ്ലാന്റ് നശിച്ചു പോകും. ഇനി മണ്ണ് ലൂസാക്കി എടുക്കാനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഹ്യൂമിക് ആസിഡ്. ഇത് നമ്മൾ കുറച്ച് ഡോസ് കൂട്ടി കൊടുക്കണം. സാധാരണ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 മില്ലിയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്, സാധാരണ പോലെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ. എന്നാൽ ഇതുപോലെ മണ്ണ് ലൂസാക്കി എടുക്കാനാണെങ്കിൽ 4 മില്ലി മുതൽ 5 മില്ലി വരെ എടുക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ വെള്ളത്തിലേക്കാണ് 2 മില്ലി എടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു പോട്ടിൽ മാത്രമാണ് ഞാനിപ്പോൾ അത് ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മൾ ഒഴിച്ച വെള്ളം അതുപോലെ തന്നെ നിൽക്കുകയാണ്, അത് താഴേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ ഇതിലൊട്ടും തന്നെ എയറേഷൻ ഇല്ല, അതുകൊണ്ടാണ് വെള്ളം ഡ്രെയിൻ ആവാത്തത്. അപ്പോൾ വെള്ളം ഡ്രെയിൻ ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ വെള്ളം പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കൊടുത്ത ഹ്യൂമിക് ആ പോട്ടിലുള്ള മണ്ണിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരണം, എന്നാലാണ് ആ മണ്ണ് ലൂസായി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്ലാന്റ്സ് ഇതുപോലെയുള്ള മണ്ണിലാണ് ഇരിക്കുന്നതെങ്കിൽ വീക്കിലി ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. 1-2 മാസത്തിനുള്ളിൽ തന്നെ മണ്ണ് നല്ല ലൂസായിട്ട് കിട്ടും, നല്ല എയറേഷനുള്ള മണ്ണായിട്ട് മാറും. അതുമാത്രമല്ല, മണ്ണിൽ എപ്പോഴും മോയ്സ്ചർ നിലനിർത്താൻ ഏറ്റവും നല്ലതാണ് ഹ്യൂമിക് ആസിഡ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണോ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.